ഹായ്, വിവേകാത്രയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ മാസം നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തെലുങ്ക് ആക്ഷൻ ത്രില്ലർ ഡ്രാമ സിനിമയായിരുന്നു ശരിപ്പോത് ശനിവാരം എന്നുള്ളത്. എന്തായാലും തിയേറ്റർ കാഴ്ചയിൽ നിന്നും മിസ്സായ ഒരു ചിത്രം കൂടിയാണ്. ഞാൻ റിലീസായതിൻ്റെ പിറ്റേ ദിവസം കണ്ടത് കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഷോ ക്യാൻസലും കണ്ടായി. അത് ആളില്ലാത്തതുകൊണ്ട് ക്യാൻസലൊക്കെ ആയി. അങ്ങനെ എന്തോ കാണാൻ പറ്റാതെ പോയൊരു സിനിമയാണ്. എന്തായാലും OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഈ സിനിമ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. സിനിമ മലയാളം ഡബ്ബിങ്ങിൽ അവൈലബിൾ ആണ്. ഞാൻ മലയാളം ഡബ്ബിങ്ങിലാണ് കണ്ടത്. കിഡു ഡബ്ബിങ്ങാണ് മലയാളത്തിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് എന്നുള്ളത് സൂര്യ എന്നുള്ളതാണ്. ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊരു ചെറിയൊരു വിഷയമുണ്ട്. പെട്ടെന്ന് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. അത് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കൊരു വാക്ക് കൊടുക്കുകയാണ്. തൻ്റെ ദേഷ്യം ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തീർക്കുകയുള്ളൂ, അല്ലെങ്കിൽ ശനിയാഴ്ച മാത്രമേ തൻ്റെ ദേഷ്യം തീർക്കുകയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ എന്തോരം ദേഷ്യം വന്നാലും അത് കൺട്രോൾ ചെയ്യും. പക്ഷേ ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും തൻ്റെ ദേഷ്യമെല്ലാം തീർക്കും. അങ്ങനെയുള്ള ഒരു പ്രോമിസാണ് തൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഏകദേശം സിനിമയുടെ കഥ പോകുന്നതെന്ന് പറയാൻ സാധിക്കും. എന്നാലും കുറച്ചുകൂടി കഥയൊക്കെ ഉണ്ട്, കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യൂഷ്വൽ സ്റ്റോറിയിൽ ഒരു ആക്ഷൻ ഫിലിം കണ്ടാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അത്യാവശ്യം ഒരു മാസ് കൊമേഴ്ഷ്യൽ ടൈപ്പ് ഒരു ആക്ഷൻ ഫിലിം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് സമീപിച്ച് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു അട്രാക്റ്റീവ് വശം എന്നുള്ളത് SJ സൂര്യ അതുപോലെ തന്നെ നാനി എന്നുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് അഭിനേതാക്കളല്ലാതെ വേറെ ഏതെങ്കിലും യൂഷ്വലായിട്ടുള്ള രണ്ട് താരങ്ങളെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒട്ടർ ഫ്ലോപ്പ് ആയി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനുള്ള പ്രധാന റീസൺസ് നമ്മുടെ ഇഷ്ട താരങ്ങളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകൾ നാനി അതുപോലെ തന്നെ SJ സൂര്യ, രണ്ടുപേരും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓഡിയൻസിൻ്റെ ഇടയിൽ പ്രിയങ്കരന്മാരായിട്ടുള്ള രണ്ടുപേരാണ്. അപ്പോൾ ഇവരെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മുഷിപ്പില്ലായിരുന്നു ഇവരുടെ ആ പ്രകടനം കണ്ടുകൊണ്ടിരിക്കാനും. അങ്ങനെ ഒരു എൻ്റർടൈനിങ് ആക്കി തന്നെ ആ ഒരു കഥാപാത്രങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കൂടാതെ ഒരു ആക്ഷൻ സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അവനെ അത്യാവശ്യം എൻഗേജിങ് ആക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ എന്തായാലും ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിൽ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ പരിസരമൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം ആക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. മാസ് മസാല ആക്ഷൻസ് ഒക്കെ ഇല്ലേ, അത് ഒരിട്ടിക്കണെങ്കിൽ തെറിച്ചു പോകുന്ന ടൈപ്പുള്ള. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കൊമേഴ്ഷ്യൽ പാക്കഡ് ആക്ഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടെക്നിക്കലിയും അത്യാവശ്യം സ്ട്രെങ്ത് ആയിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എടുത്തു പറയേണ്ടത് മുരളിജിയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം അല്ലെങ്കിൽ ക്യാമറ കാഴ്ച കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഒരു സ്റ്റൈലിഷ് ലുക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ സാധിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ കാർത്തിക് ശ്രീനിവാസ്, അദ്ദേഹമാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാമറ വർക്ക് അതുപോലെ എഡിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ സിനിമയെ ഒരു സ്റ്റൈലിഷ് ലെവലിലേക്ക്, നിങ്ങൾക്കറിയാമല്ലോ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എന്ന് പറയുമ്പോൾ അതിനൊരു ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫീൽ തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു കോൺട്രിബ്യൂഷനിലൂടെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ജെക്സ് ബിജോയാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗംഭീരമായിരുന്നു. എങ്കിലും സിനിമ ഒക്കെ കണ്ടു കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ കിങ് ഓഫ് കൊത്തയിലെ BGM ഒക്കെ ആയിട്ട് പലയിടത്ത് താരതമ്യം തോന്നി, അപ്പം സാമ്യം തോന്നി. അപ്പം ഞാൻ ഓർത്തു ഇത് ഇനി കിങ് ഓഫ് കൊത്തയുടെ BGM ഒക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അണിയിച്ചൊരുക്കിയിട്ടുള്ളതാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് തോന്നി. പിന്നെ അവസാനമായപ്പം എൻ്റെ കാർഡിലാണ് ജെക്സ് ബിജോയാണ് മ്യൂസിക് എന്ന് മനസ്സിലായത്. ഒരു പക്ഷേ എനിക്ക് തോന്നിയതായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എസ്പെഷ്യലി ആ ഒരു ആക്ഷൻ സീക്വൻസിലൊക്കെ മറ്റേ കിങ് ഓഫ് കൊത്തയിൽ ഒരു BGM ഉണ്ടല്ലോ, ടേ എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് അതൊക്കെ ആയിട്ട് ചെറുതായിട്ടൊരു സാമ്യമൊക്കെ തോന്നി. അങ്ങനെ ഓവറോൾ ടെക്നിക്കലി അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു സിനിമയാണ്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ സിനിമ അത്രയും വലിയ മാരക സിനിമയാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. അതിന് പ്രധാനമായിട്ട് പറയേണ്ടത് ഒരു യൂഷ്വൽ തെലുങ്ക് ആക്ഷൻ ഫിലിമിൽ കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയൊക്കെ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നായക കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഇതുവരെയും കേൾക്കാത്ത രീതിയിലൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും സിനിമ ഇങ്ങനെ കഥ പറഞ്ഞ് പതിയെ എത്തുമ്പോഴത്തേക്കും ഒരു യൂഷ്വൽ ഫോർമാറ്റിലേക്ക് തന്നെയാണ് എത്തുന്നത്. കൂടാതെ ഈ സിനിമയ്ക്കുള്ളിൽ നിങ്ങൾക്കറിയാമല്ലോ ഒരു നായകൻ പിറക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു വില്ലൻ പിറക്കുമ്പോഴും അതിന് ഒരു റീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു റിവെഞ്ച് എന്നുള്ളതാണ് സിനിമ എന്നുള്ളത്. അപ്പോൾ അതിന് റീസണായിട്ട് കാണിക്കുന്ന കാര്യങ്ങൾക്കും വലിയ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അതിനൊരു ഡെപ്ത് ഉള്ളതായിട്ടോ ഒന്നും തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒരു ഒപ്പിച്ചെടുത്ത സിറ്റുവേഷൻ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ലോജിക്ക് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഒരു തെലുങ്ക് സിനിമയാണ്, കൂടാതെ ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ സിനിമയാണ്. സോ ലോജിക്ക് എന്നുള്ള ഒരു കാര്യം 100% മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു സിനിമയും കൂടെ കാണാൻ വേണ്ടി. എന്തായാലും മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഒരു ആക്ഷൻ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകൻ, അതും വലിയ കഥയൊന്നും വേണ്ട, ഒരു യൂഷ്വൽ സ്റ്റോറി ആയാലും മതി, പക്ഷേ അടിപൊളി മേക്കിംഗ് ആയിരിക്കണം, നല്ല കിഡിൽ ആക്ഷൻസ് ആയിരിക്കണം, അങ്ങനെയുള്ള ഒരു സിനിമ കണ്ടാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് മാത്രം പറയാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, അത്യാവശ്യം എൻ്റർടൈനിങ് ആയിരുന്നു കണ്ടു. എങ്കിലും മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഇതൊക്കെ എന്നിലെ പ്രേക്ഷകന് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയി എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10-ൽ ഒരു 6.5. പിന്നെ കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് രക്തം ചിതറുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ
അഡൽട്ട് കണ്ടൻറ്റോ അങ്ങനെയുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, സെക്ഷൽ കണ്ടൻറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷം കാണാം.